വാർത്തകൾ തുടർന്നു. കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. UDF കൺവീനറായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മന്ത്രിയായും സ്പീക്കറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആലുവയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. UDF കൺവീനർ പദവിയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം പെരുമ്പാവൂർ MLA ആയിരുന്നു അദ്ദേഹം. ആലുവയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2004 മുതൽ 2018 വരെ UDF കൺവീനറായിരുന്നു. 8ാം നിയമസഭയിൽ സ്പീക്കറായി, 2ാം AK ആന്റണി മന്ത്രിസഭയിൽ കൃഷിവകുപ്പ് മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം എന്നും ശ്രദ്ധേയനായിരുന്നു. 13 വർഷം UDF കൺവീനറായിരുന്നു അദ്ദേഹം. KPCC പ്രസിഡന്റ്, സ്പീക്കർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1982 മുതൽ 1996 വരെ പെരുമ്പാവൂർ MLA ആയിരുന്നു. 1991 മുതൽ 95 വരെ സ്പീക്കറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1995 ആന്റണി മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായിരുന്നു. 4 തവണ MLA ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ MLA ആയിരുന്നു അദ്ദേഹം. ദീർഘകാലമായി പെരുമ്പാവൂരിലെ MLA ആയിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, എന്നും ഈ ഒരു ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മെ വിട്ടു പോയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അദീപ്തി, കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അല്ലെങ്കിൽ തൻ്റെതായ പ്രാഗൽഭ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, നിയമസഭയ്ക്കുള്ളിൽ തെളിയിച്ച ഒരു നേതാവിൻ്റെ വിയോഗമാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു വിയോഗത്തിനാണ് നമ്മൾ സാക്ഷിയായിരിക്കുന്നത്. 4:30 ഈ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില ശ്വാസകോശത്തിലടക്കം അണുബാധ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിൽ ചികിത്സയിൽ തന്നെയായിരുന്നു. ആശങ്കയിലായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ, കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ്. എന്നാൽ പിന്നീട് ആരോഗ്യനിലയിലൊക്കെ വലിയ പുരോഗതി ഉണ്ടായി എന്നുള്ള തരത്തിലും മെഡിക്കൽ ബുള്ളറ്റിൻ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഒരു വിയോഗം വലിയ രീതിയിൽ ആഘാതത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ എന്നുള്ളതും കൂടിയാണ്. കാരണം കോൺഗ്രസിലെ അതികായന്മാരായിട്ടുള്ള ചുരുക്കം ചില നേതാക്കൾ മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. അതിൽ ആ ഒരു പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു നേതാവ് കൂടിയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF മുന്നണിയെ സംബന്ധിച്ച് സുപ്രധാനമായ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള, രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. 1986 കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നത് എന്നുകൂടിയാണ്. അദ്ദേഹം നഗരസഭാ ചെയർമാനായിട്ടാണ്, പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം മറ്റ് പല സ്ഥാനങ്ങളുമൊക്കെ തന്നെ വഹിച്ചു. നിയമസഭയിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം MLA, പിന്നീട് അദ്ദേഹം കൃഷിമന്ത്രിയാകുന്നു, അദ്ദേഹം കേരള നിയമസഭ സ്പീക്കറാകുന്നു. അല്ലെങ്കിൽ ഈ ഒരു ചെയർമാൻഷിപ്പിന് ശേഷം, അല്ലെങ്കിൽ 68 ചെയർമാനായി സ്ഥാനമേറ്റപ്പോൾ പോലും അദ്ദേഹം റെക്കോർഡോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു നേട്ടം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാനായിരുന്നു അന്ന് അദ്ദേഹം. പിന്നീട് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേറ്റു. അദ്ദേഹം പിന്നീട് ബ്ലോക്ക് പ്രസിഡന്റായി, എറണാകുളം ജില്ലയുടെ DCC പ്രസിഡന്റായി. പിന്നീട് 2004 എത്തിയപ്പോൾ അദ്ദേഹം ഏതാനും മാസം അദ്ദേഹം KPCC പ്രസിഡന്റ് വരെയായി. അങ്ങനെ കോൺഗ്രസിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്നും ഏറ്റവും മുകളിൽ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും മുതിർന്ന സ്ഥാനം, ഏറ്റവും ഉന്നതമായ സ്ഥാനം വരെ വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് പി തങ്കച്ചൻ എന്നുള്ളതും കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയമസഭാ കാലയളവ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ എല്ലാവരോടും ഒരേപോലെ സൗഹൃദം പുലർത്തി വരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. 1991 അദ്ദേഹം നിയമസഭാ സ്പീക്കറായി. കേരള നിയമസഭയിലെ ഏറ്റവും പ്രഗത്ഭരായ സ്പീക്കറിൽ ഒരാൾ കൂടിയായിരുന്നു പി തങ്കച്ചൻ എന്നുള്ളതും കൂടിയാണ്. കാരണം പ്രതിപക്ഷത്തിൻ്റെ പോലും പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു പി തങ്കച്ചൻ്റെ നിലപാടുകളും ഒക്കെ തന്നെ. MLA-മാർക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ സഹായമൊക്കെ തേടാനുള്ള അനുമതിയൊക്കെ നൽകിയത് ഈ ഒരു പി തങ്കച്ചൻ നിയമസഭാ സ്പീക്കറായിരുന്ന ആ ഒരു കാലത്താണ്. മാത്രമല്ല, സബ്ജക്ട് കമ്മിറ്റികൾക്ക് പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ പല തരത്തിലുള്ള
നീക്കങ്ങൾക്കും സഭയിൽ മേശപ്പുറത്ത് വരുന്ന ഈ ഒരു കടലാസുകളുടെ ഉറപ്പ് പാലിക്കുന്ന പരിശോധന, അതിനൊക്കെ കൃത്യമായ ഒരു സബ്ജക്റ്റ് കമ്മിറ്റി രൂപം കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്ജക്റ്റ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയതൊക്കെ ഈ കാലയളവിലാണ്. പിന്നീട് 92-ൽ കേരളത്തിൽ നിന്ന് ആദ്യമായി സഭാ സ്പീക്കർമാരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 1995-ലാണ് അദ്ദേഹം AK ആൻ്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷിമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്ന ആ ഒരു കാലയളവിലാണ് കൃഷിക്ക് സൗജന്യ വൈദ്യുതി എന്നുള്ള ഒരു ആശയമൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം സ്പീക്കറായി പ്രവർത്തിച്ചു. പിന്നീട് AK ആൻ്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായും പ്രവർത്തിച്ചു. അതായത് ഈ രണ്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വിഭാഗീയത വലിയ രീതിയിൽ ഇപ്പോഴും വിഭാഗീയത ഉണ്ട് എന്നുള്ളത് പറയുമെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കൂടുതലുണ്ട്, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പറയുന്നെങ്കിലും പരോക്ഷമായി അത്തരത്തിലുള്ള വിഭാഗീയതകളൊക്കെ തന്നെ പാർട്ടികളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ ഒരു സമയത്ത് വിഭാഗീയത അത്രത്തോളം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് A ഗ്രൂപ്പും I ഗ്രൂപ്പും കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് ഇവരുടെ തമ്മിലുള്ള വിഭാഗീയത അത്രത്തോളം രൂക്ഷമായിരുന്ന ആ ഒരു സമയത്ത് പോലും PP തങ്കച്ചൻ ഈ രണ്ട് ഗ്രൂപ്പുകളുമായും ഒരേപോലെ സൗഹൃദം പുലർത്തിയിരുന്നു. അല്ലെങ്കിൽ അത്രത്തോളം ഡിപ്ലോമസി കീപ്പ് ചെയ്തിരുന്നു PP തങ്കച്ചൻ എന്നുള്ള ആ ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ളതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും UDF കൺവീനറായി ഏറെക്കാലം അദ്ദേഹം പ്രവർത്തിച്ചു. 14 വർഷത്തോളം UDF കൺവീനറായി പ്രവർത്തിച്ച ഏക കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനാണ് എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം വിഭാഗീയതയുടെ നാളുകളിലും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന തങ്കച്ചൻ്റെ ആ ഒരു ശൈലി വലിയ രീതിയിൽ പ്രശംസനീയമാണ്. അല്ലെങ്കിൽ അത്രത്തോളം പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ആ ഒരു ശൈലിക്ക്. കരുണാകരൻ, അതായത് കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ലീഡർ എന്ന് പറയും, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം അതികായനായ ആ ഒരു നേതാവിൻ്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു PP തങ്കച്ചൻ. അതേസമയം തന്നെ അദ്ദേഹം AK ആൻ്റണിയുമായും കൃത്യമായ സൗഹൃദം പുലർത്തിയിരുന്നു. ഈ വിഭാഗീയതകളൊക്കെ ഉടലെടുത്ത് രൂക്ഷമായി യുദ്ധ സമാനമായൊരു സാഹചര്യങ്ങളിൽ പോലും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലും, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഗ്രൂപ്പുകൾക്കും മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഉള്ള ചില നിലപാടുകളൊക്കെ തന്നെ എടുത്തിരുന്നു. ഈ വ്യക്തിപരമായ അടുപ്പങ്ങളിൽ ഒന്നും പോലും PP തങ്കച്ചൻ വിള്ളൽ വീഴ്ത്തിയതുമില്ല. ഗ്രൂപ്പിൻ്റെ മുൻനിരക്കാരനായി നിൽക്കുമ്പോഴും മിതവാദം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു തങ്കച്ചൻ എന്നുള്ളതും കൂടിയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് സംസ്കാര ചടങ്ങുകൾ മറ്റന്നാളോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. പൊതുദർശനത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരുപാട് നേതാക്കൾ ഈ ഒരു സമയവും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഈ ഒരു PP തങ്കച്ചൻ എന്നുള്ളൊരു വ്യക്തി 4 തവണ നിയമസഭാ അംഗമായ ഒരു വ്യക്തിയാണ്. പെരുമ്പാവൂരിൽ നിന്ന് തന്നെ അദ്ദേഹം 4 തവണ നിയമസഭയിലേക്ക് കയറിയതാണ്. ഒരു സമയത്ത് പെരുമ്പാവൂർ PP തങ്കച്ചൻ്റെ ഒരു കുത്തക മണ്ഡലം എന്നൊക്കെ തന്നെ പറയാം. പിന്നീട് പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങിയത്. അതിനുശേഷം കുന്നത്തുനാട് മണ്ഡലത്തിലും അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങുന്നു. ഇതോടെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ ജീവിതം അങ്ങനെ അങ്ങോട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തന്നെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം ഏറെ കാലത്തിന് ശേഷം 2004 ശേഷമാണ് ഈ ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം K മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ താൽക്കാലിക പ്രസിഡന്റായി അദ്ദേഹം മുന്നോട്ട് വരികയായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഏതൊക്കെ പദവികളുണ്ടോ ആ പദവികളുടെയൊക്കെ സ്ഥാനം അലങ്കരിച്ച ഒരു വ്യക്തി കൂടിയാണ് PP തങ്കച്ചൻ എന്നുള്ളതും കൂടിയാണ്. അത്തരത്തിലൊരു വ്യക്തിത്വം, അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗമാണ് ഇപ്പോൾ കേരളം സാക്ഷിയായിരിക്കുന്നത്. ദീപ്തി. തീർച്ചയായും കാളിദാസ്, നമുക്കറിയാം ഈ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പ്രതികരണങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് പിതൃതുല്യനായ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നതകളെല്ലാം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അവരെ ഏകോപിപ്പിക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുതിർന്ന നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ വരുമ്പോഴെല്ലാം അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പിതൃതുല്യനായ ഒരു നേതാവിനെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത് എന്നാണ് അവരുടെ എല്ലാം പ്രതികരണങ്ങൾ. കാളിദാസ്. തീർച്ചയായും. കാരണം ദീപ്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധി നേതാക്കൾ, അല്ലെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച, കേരളത്തിൽ കോൺഗ്രസിനെ ശക്തി കൂട്ടിയ കുറേ നേതാക്കൾ ഒരു
പറ്റം നേതാക്കൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെപ്പോഴും പറയുന്ന പേര് എന്ന് പറയുന്നത് ലീഡർ കെ കരുണാകരൻ്റെ പേരാണ്. ഒപ്പം തന്നെ നിരവധി നേതാക്കൾ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ AK ആൻ്റണിയെ സംബന്ധിച്ചുമൊക്കെ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ കേരളത്തിൽ വിവാദ നായകരായി ചിത്രീകരിക്കപ്പെട്ട ആളുകൾ കൂടിയാണ്. ഈ ഒരു വിഭാഗീയതയൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അത്രത്തോളം ഇല്ലെങ്കിലും പരോക്ഷമായി ആ ഒരു വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്ന് രൂപം കൊണ്ട ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴും അതങ്ങനെ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. അവരുടേതായ നിലപാടുകൾ അവർ സ്വീകരിക്കുന്നുണ്ട്. യോഗങ്ങളിലൊക്കെ അവർ കൃത്യമായി ആ ഗ്രൂപ്പിൻ്റെ നിലപാടുകളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഗ്രൂപ്പുകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഗ്രൂപ്പുകളെ സംബന്ധിച്ചും ഒരു കാലത്ത് ഇത് 2 ഗ്രൂപ്പോ അല്ലെങ്കിൽ 3 ഗ്രൂപ്പോ ആയിരുന്ന ആ ഒരു സമയം മുതൽ ഈ ഗ്രൂപ്പുകൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു PP തങ്കച്ചൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായും കരുണാകരൻ മന്ത്രിസഭയിൽ നിയമസഭാ സ്പീക്കറായും പ്രവർത്തിച്ച് പോന്നിരുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എത്രത്തോളം ഡിപ്ലോമാറ്റിക് ആണ് കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വിഭാഗീയത ഏറ്റവും അധികം വിഭാഗീയതയ്ക്ക് സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. അല്ലെങ്കിൽ അത്രത്തോളം വിഭാഗീയത ആ പാർട്ടിക്കുണ്ട് എന്നുള്ളത് ആരോപിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഈ ഒരു വിഭാഗീയതയ്ക്കപ്പുറത്തേക്ക് തൻ്റെ സൗഹൃദങ്ങൾക്ക് കൃത്യമായൊരു സ്ഥാനം നൽകി സൗഹൃദ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ പോലും വീഴ്ത്താതെ കെ കരുണാകരൻ്റെ വിശ്വസ്തൻ കൂടിയായിരുന്നു PP തങ്കച്ചൻ. അതേസമയം AK ആൻ്റണിയുമായും കൃത്യമായ ഒരു സൗഹൃദം ഒരേ സമയം പുലർത്തി പോന്നിരുന്ന ഒരാൾ കൂടിയാണ് PP തങ്കച്ചൻ എന്ന് പറയുന്നതും. അദ്ദേഹം അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ആ അഭിഭാഷക വൃത്തിയിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്കൊക്കെ കടക്കുന്നത്. 68 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 68 പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷനായി അദ്ദേഹം വരുമ്പോൾ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷൻ കൂടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പല സ്ഥാനങ്ങൾ വഹിച്ചു. അതായത് താഴേക്കിടയിൽ നിന്ന് ബ്ലോക്ക് പ്രസിഡന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ലോക്കൽ പ്രസിഡന്റിൽ നിന്ന് ബ്ലോക്ക് പ്രസിഡന്റിലേക്കും പിന്നീട് അദ്ദേഹം എറണാകുളം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും അദ്ദേഹം പിന്നീട് KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്നീട് KPCC താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം തന്നെ മുന്നണി ചെയർമാനായിട്ട് വരെ പ്രവർത്തിച്ചു പോന്നിരുന്ന, മുന്നണി ചെയർമാൻ എന്ന് പറയുമ്പോൾ 14 വർഷത്തോളം UDF മുന്നണിയുടെ ചെയർമാനായി സ്ഥാനമേറ്റ വേറെ കോൺഗ്രസ് നേതാവില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരാൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങളിൽ വലിയ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അധികാരമോഹങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു നേതാവായിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ആ ഒരു ജീവിത ചര്യയിൽ നിന്ന്, ആ ഒരു സബരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനങ്ങൾക്കൊന്നും അധികാരമോഹങ്ങൾക്കൊന്നും വലിയ സ്ഥാനം കൊടുത്തിരുന്നില്ല PP തങ്കച്ചൻ എന്നുള്ളതും കൂടിയാണ്. കാരണം നമുക്കറിയാം അത്തരത്തിലുള്ള നിരവധി നേതാക്കൾ വന്നു പോയിരുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ളയെ അന്തരിച്ച പരേതനായ തെന്നല ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഇത്തരത്തിൽ ഖ്യാതി നേടിയ ഒരു വ്യക്തി കൂടിയാണ്. കാരണം അധികാരമോഹങ്ങൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുക, തൻ്റെ രാഷ്ട്രീയ സംഘടനയെ അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന ആ ഒരു സംഘടനയെ രാഷ്ട്രീയപരമായി എങ്ങനെ മുന്നിലെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇത്തരം നേതാക്കളിൽ പൊതുവേ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ അവർ അധികാരങ്ങളൊന്നും അവർ മോഹിക്കുന്നില്ല. അവർക്ക് മന്ത്രിസ്ഥാനങ്ങളൊന്നും അവർക്ക് വലിയൊരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഖ്യാതി നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് PP തങ്കച്ചൻ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായി ആകെ ചുമതല ഏറ്റിരുന്നത് കേവലം 1-2 വർഷമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളിലേക്കൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ആ മന്ത്രിസ്ഥാനം തന്നെ അത്തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട് വന്നതല്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് അന്നൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം 1 വർഷമോ 2 വർഷമോ 2 വർഷം പോലും തികച്ചിട്ടില്ല അദ്ദേഹം AK ആൻ്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി ആയിരുന്ന സമയത്ത്. ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കമൊക്കെ തന്നെ നടന്നത്. എന്നാൽ അദ്ദേഹം കൃഷിമന്ത്രി ആയിരുന്ന ആ ഒരു ചുരുക്കം കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില പദ്ധതികൾ, അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം കൃഷിമന്ത്രി ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കൃഷിക്ക് സൗജന്യ വൈദ്യുതി എന്നുള്ള ഒരു നയം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നതും ഒക്കെ തന്നെ അത് വലിയ രീതിയിൽ വിജയം കാണുകയും ചെയ്തു. അന്ന് വലിയ രീതിയിൽ പ്രശംസയടക്കം പിടിച്ചു പറ്റിയതാണ് കോൺഗ്രസിന്. എന്തായാലും നിലവിലെ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതകളൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം നേതാക്കൾ ഇപ്പോഴില്ലല്ലോ എന്നുള്ളൊരു
ചിന്ത കൂടി നമ്മൾ ഈ PP തങ്കച്ചൻ്റെ ഈ ഒരു ചരിത്രം കേട്ടിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം രാഷ്ട്രീയ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചിരിക്കുകയാണ്. UDF കൺവീനറായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. മന്ത്രിയായും സ്പീക്കറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.